ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ലക്ഷ്മണോപദേശം. വത്സ സൗമിത്രേ കുമാരാ നീ കേൾക്കണം, മത്സരാദ്യം വെടിഞ്ഞെന്നുടെ വാക്കുകൾ. മുന്നമേ ഞാനിടോ നിന്നുള്ളിലെപ്പോഴും എന്നെക്കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോളമില്ല മറ്റാർക്കുമെന്നുള്ളതും. നിന്നാൽ അസാധ്യമായൊരു കർമ്മവും നിർണയം എങ്കിലും ഒന്നിതു കേൾക്ക നീ. ദൃശ്യമായുള്ളൊരു രാജ്യദേഹാദികളും വിശ്വവും നിശേഷധാന്യധനാദിയും സത്യമെന്നാകിലേ തൽപ്രയാസം തവ യുക്തമല്ലായകിൽ എന്തിനാൽ ഫലം. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാലം വേഗേന നഷ്ടമായുസ്സുമോർക്ക നീ. വഗ്നിസന്തപ്തലോഹസ്താംബു ബിന്ദുനാ സന്നിഭം മർത്യജന്മം ക്ഷണഭംഗുരം. ചക്ഷുശ്രവണകിളസ്തമാന്തർദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നതുപോലെ. കാലാഹീന പരിഗ്രസ്തമാം ലോകവും ആലോല ചേതസാ ഭോഗങ്ങൾ തേടുന്നു. പുത്രമിത്രാർത്ഥകളത്രാദി സംഗമം ഇത്രയും ഉൽപ്പല കാലസ്ഥിതം ഓർക്ക നീ. പാന്തർ പെരുവഴി അമ്പലം തന്നിലേ താന്തരായി കൂടി വിയോഗം വരും പോലെ. നദ്യാമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലമാലയ സംഗമം. ലക്ഷ്മിയും അസ്ഥിരമല്ലോ മനുഷ്യർക്കു നിൽക്കുമോ യൗവനവും പുനരധ്രുവം. സ്വപ്നസമാനം കളത്ര സുഖം നൃണാം അല്പമായുസ്സും നിരൂപിക്ക ലക്ഷ്മണ. രാഗാദിസങ്കുലമായുള്ള സംസാരം ആകെ നിരൂപിച്ചാൽ സ്വപ്നതുല്യം സഖേ ഓർക്ക. ഗന്ധർവ നഗരസമാമിതിൽ മൂർഖന്മാർ നിത്യം അനുവർത്തിച്ചിടുന്നു. ആദിത്യദേവൻ ഉദിച്ചതു വേഗേന യാദപതിയിൽ മറഞ്ഞതു സത്വരം. നിദ്രയും വന്നിതു ദയാശൈലോപരി വിദ്രുതം വന്നിതു പിന്നെയും ഭാസ്കരൻ. യുദ്ധം മതിഭദ്രമായുള്ളൊരു ജന്തുക്കൾ ചിത്തേ വിചാരിപ്പം. കാലാന്തരം ആയുസ്സു പോകുന്നതേതും അറിവില. മായാസമുദ്രത്തിൽ മുങ്ങിക്കിടക്കയാൽ വാർദ്ധക്യമോടും ജരാനരയും വന്നു ചീർത്തമോഹേന മരിക്കുന്നിതു ചിലർ. നേത്രേന്ദ്രിയം കൊണ്ടു കണ്ടിരിക്കെ പുനരോർത്തതറിയുന്നീല മായതൻ വൈഭവം. ഇപ്പോൾ ഇതു പകൽ പിൽപ്പാടു രാത്രിയും പിൽപ്പാടു പിന്നെ പകലുമുണ്ടായി വരും. ഇപ്രകാരം നിരൂപിച്ചു മൂഢാത്മാക്കൾ ചിൽപുരുഷൻ ഗതി ഏതും അറിയാതെ. കാലസ്വരൂപനാം ഈശ്വരൻ തന്നെ ലീലാവിശേഷങ്ങൾ ഓരോന്നും മോരായികാൽ. ആമകുംഭാവോ സമാനമായുസ്സുടൻ പോമമേതേതും ധരിക്കുന്നതില്ലാരുമേ. രോഗങ്ങളായുള്ള ശത്രുക്കളും വന്നു ദേഹം നശിപ്പിക്കൂ ഏവനും നിർണയം. വ്യാഘ്രിയെ പോലെ ജലയും അടുത്തു വന്നാക്രമിച്ചിടും ശരീരത്തെ നിർണയം. മൃത്യുവും കൂടാതൊരു നേരം പിരിയാതെ ഛിദ്രവും പാർത്തുള്ളിലിരിക്കുന്നു. ദേഹം നിമിത്തം അഹം ബുദ്ധി കൈക്കൊണ്ടു മോഹം കലർന്നു ജന്തുക്കൾ നിരൂപിക്കും. ബ്രഹ്മണോഹം നരേന്ദ്രോഹം മാഠ്യോഹം എന്നാം റേഡിതം കലർന്നിടും ദശാന്തരേ. ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോകിലാം. വെന്തുവെണ്ണീറായി ചമഞ്ഞു പോയിടിലാം. മണ്ണിനു കീഴായി കൃമികളായി പോകിലാം. നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം. ത്വന്മാംസരക്താസ്തി വിൺമൂത്രരേതസാം
സമ്മേളനം പഞ്ചഭൂതക നിർമ്മിതം മായാമയനാമയമായി പരിണാമിയായൊരു കായം വികാരിയായുള്ളോ നിതധ്രുവം ദേഹാഭിമാനം നിമിത്തമായുണ്ടായ മോഹേന ലോകം ദഹിപ്പിപ്പതിന്നു നീ മാനസകാരിൽ നിരൂപിച്ചതും തവ ജ്ഞാനമില്ലായകയെന്നറിയുക നീ ലക്ഷ്മണ. ദോഷങ്ങളൊക്കവേ ദേഹാഭിമാനിനാം രോഷേണ വന്നു ഭവിക്കുന്നതോർക്ക നീ. ദേഹോഹമെന്നുള്ള ബുദ്ധി മനുഷ്യർക്കു മോഹമാതാവാം അവിദ്യയാകുന്നതും ദേഹമല്ലോർക്കിൽ ഞാനായതാത്മാവെന്ന മോഹൈകഹന്ത്രിയായുള്ളതു വിദ്യകൾ. സംസാരകാരിണിയായതവിദ്യയും സംസാരനാശിനിയായതു വിദ്യയും. ആകയാൽ മോക്ഷാധമാകിൽ വിദ്യാഭ്യാസ ഏകാന്ത ചേതസ ചെയ്യുക വേണ്ടുന്നതും. തത്ര കാമക്രോധാലോഭമോഹാദികൾ ശത്രുക്കളാകുന്നതെന്നും അറിയുക നീ. മുക്തിക്കു വിഘ്നം വരുത്തുവാൻ എത്രയും ശക്തിയുള്ളൊന്നതിൽ ക്രോധമറിയുക നീ. മാതാപിതൃ ഭ്രാതൃ മിത്രസഖികളെ ക്രോധം നിമിത്തം ഹരിക്കുന്നതും പുമാൻ. ക്രോധം മൂലം മനസ്താപമുണ്ടായി വരും. ക്രോധം മൂലം നൃണാം സംസാരബന്ധനം. ക്രോധമല്ലോ നിജ കർമ്മക്ഷയകരം. ക്രോധം പരിത്യജിക്കേണം ബുധജനം. ക്രോധമല്ലോ യമനായതു നിർണയം. വൈതരണ്യാഖ്യാകുന്നതും തൃഷ്ണം. സന്തോഷമാകുന്നതു നന്ദനം വനം. സന്തതം ശാന്തിയേകാം അസുരഭികേൾ. ചിന്തിച്ചു ശാന്തിയെ തന്നെ ഭജിക്ക നീ. സന്താപമെന്നാലൊരു ജാതിയും വരാ. ദേഹേന്ദ്രിയ പ്രാണബുദ്ധ്യാദികൾക്കെല്ലാം ആഹന്തമേലേ വസിപ്പതേതാത്മാവു കേൾ. ശുദ്ധ സ്വയം ജാതിരാനന്ദപൂർണമായി തത്വാധമായി നിരാകാരമായി നിത്യമായി നിർവികൽപ്പകരം നിർവികാരം ഘനം. സർവൈക കാരണം സർവജഗന്മയം സർവൈക സാക്ഷണം സർവജ്ഞമീശ്വരം. സർവദാ ചേതസേ ഭവിച്ചു കൊള്ളുക നീ. സാരജ്ഞനായ നീ കേൾ സുഖ ദുഃഖം പ്രാരാബ്ധമെല്ലാം അനുഭവിച്ചിടണം. കർമ്മേന്ദ്രിയങ്ങളാൽ കർത്തവ്യമൊക്കവേ നിർമ്മമായാം ആചരിച്ചിടുകെന്നേ വരൂ. കർമ്മങ്ങൾ സംഘങ്ങൾ ഒന്നിലും കൂടാതെ കർമ്മഫലങ്ങളിൽ കാക്ഷയും കൂടാതെ കർമ്മങ്ങളെല്ലാം വിധിച്ചവണ്ണം പരബ്രഹ്മണി നിത്യം സമർപ്പിച്ചു ചെയ്യണം. നിർമ്മലായുള്ളോരാത്മാവ് തന്നോടു കർമ്മങ്ങളൊന്നുമേ പറ്റുകയില്ലെന്നാൽ ഞാനീ പറഞ്ഞതെല്ലാമേ ധരിച്ചുതൻ ജ്ഞാനസ്വരൂപം വിചാരിച്ചു സന്തതം. മാനത്തെയൊക്കെ തിരിച്ചു നിത്യം പരമാനന്ദം ഉൾക്കൊണ്ടുമായ വിമോഹങ്ങൾ മാനസത്തിങ്കൽ നിന്നാശു കളകനീ. മാനമല്ലോ പരമാപദാസ്മാസ്പദം സൗമിത്രി തന്നോടി വണ്ണം അരുൾ ചെയ്തു. സൗമിക്യമോടു മാതാവോട് ചൊല്ലിനാൾ. കേൾക്കണമമ്മേ തെളിഞ്ഞു നീ എന്നുടെ വാക്കുകൾ. ഏതും വിഷാദമുണ്ടാവല. ആത്മാവിനേതുമേ പീഡയുണ്ടാക്കരുതാത്മാവിനെ അറിയാതവരെ പോലെ സർവലോകങ്ങളിലും വസിച്ചിടുന്ന സർവജനങ്ങളും തങ്ങളിൽ സർവദാ കൂടി വാഴെന്നുള്ളതില്ലല്ലോ. സർവജ്ഞയല്ലോ ജനനീ നീ കേവലം. 14 സംവത്സരം വനദേശേ വസിച്ചു വരുന്നതുമുണ്ടു ഞാൻ. ദുഃഖങ്ങളെല്ലാം അകലെ കളഞ്ഞുടൻ ഉൾക്കനിവോടു അനുഗ്രഹിച്ചിടണം. അച്ഛനെന്തുള്ളിൽ ഒന്ന് ഇച്ഛയാലെന്നതിന് ഇച്ഛയെന്നും ഉറച്ചിടണം. അമ്മയും ഭർത്തൃകർമാനുകരണം അത്രേ പാതി വൃത്യം നിഷ്ഠാവധൂനാമെന്നു നിർണയം. മാതാവ് മോദാൽ അനുവദിച്ചിടുകൽ ഏതുമേ ദുഃഖം എനിക്കില്ല കേവലം. കാനനവാസം സുഖമായി വരും തവ മാനസേ ഖേദം കുറച്ചു വാണിടുകിൽ എന്നോ പറഞ്ഞു നമസ്കരിച്ചിടിനാൻ. പിന്നെയും പിന്നെയും മാതൃപാദാന്തികെ പ്രീതി കൈക്കൊണ്ടെടുത്തു സത്സംഗസിനെ ചേർത്താദരാൽ മൂർധിനി ബാഷ്പാഭിഷേകം ചെയ്തു. ചൊല്ലിനാൾ ആശീർവചനങ്ങൾ ആശു കൗസല്യയും ദേവകളോടിരന്നിടിനാൾ.
സൃഷ്ടികർത്താവേ വിരിഞ്ച പദ്മാസന പുഷ്ടദയാബ്ധേ പുരുഷോത്തമാഹരേ. മൃത്യുഞ്ജയ മഹാദേവ ഗൗരീപദേ വൃത്രാരി മുമ്പായ ദിക്പാലകന്മാരെ ദുർഗേ ഭഗവതി ദുഃഖവിനാശിനി സർഗസ്ഥിതിലയകാരിണി ചണ്ഡികേ. എൻ മകൻ നാശു നടക്കുന്ന നേരവും കൽമഷം ഇരുന്നിടുന്ന നേരവും തന്മതി കെട്ടു ഉറങ്ങുന്ന നേരവും സമ്മോദമാർന്നു രക്ഷിച്ചിടുവിൻ നിങ്ങൾ. യുദ്ധം അധിച്ചു തൻ പുത്രനാം രാമനെ ബദ്ധബാഷ്പം ഗാഠം പുണർന്നീടിനാൾ. ഈരേഴു സംവത്സരം കാനനെ വസിച്ചാരാൽ വരികെന്നനുവദിച്ചിടിനാൾ. തൽക്ഷണേ രാഘവം നത്വാസഗദ്ഗതം ലക്ഷ്മണൻ താനും പറഞ്ഞാനാകുലം. എന്നുള്ളിലുണ്ടായിരുന്നൊരു സംശയം നിന്നരുളിപ്പാടു കേട്ടു തീർന്നു തുലോം തൊൽപാദ സേവാർത്ഥമായി നടിയന്നിപ്പോൾ വഴിയെ വിടകൊള്ളുക എന്നുമേ മൂതാലതിനായി അനുവദിച്ചിടണം. സീതാപദേ രാമചന്ദ്ര ദയാപദേ പ്രാണങ്ങളെ കളഞ്ഞിടുവാൻ അല്ലായിലേണാംഗതുല്യ വദന രഘൂപതേ. എങ്കിൽ നീ പോന്നു കൊണ്ടാലും നാദരാൽ പങ്കജാലോചനാൻ ആനന്ദമരുൾ ചെയ്തു. വൈദേഹി തന്നോട് യാത്ര ചൊല്ലിയിടുവാൻ മോദേന സീതാഗ്രഹം ബുക്കരുളിയിടിനാൾ. ആഗതനായ ഭർത്താവിനെ കണ്ടവൾ വേഗേന മന്ദസ്മിതം ഉദ്ധാനവും ചെയ്തു. ദണ്ഡകാരണ്യേ 14 വത്സരം ദണ്ഡമൊഴിഞ്ഞു വസിച്ചു വരുവൻ ഞാൻ. നീ ഇതിനെ മുടക്കം പറകെല്ലാം മയ്യൽ കളഞ്ഞു മാതാവായവുമായി വാഴുക നീ. രാഘവനിദ്ധം പറഞ്ഞതു കേട്ടോരു ആകാശമുഖി താനും അരുൾ ചെയ്തു. മുന്നിൽ നടപ്പാൻ വനത്തിനു ഞാൻ മമ പിന്നാലെ വേണമെന്നെഴുന്നള്ളുവാൻ ഭവാൻ. എന്നെ പിരിഞ്ഞു പോകുന്നതു ചിതം അല്ലെന്നു അതു കണ്ടു ഭവാൻ എന്നു ധരിക്കണം. കാകുത്സനും പ്രിയവാദിനിയാകിയ നാഗേന്ദ്രഗാമിനിയോടും ചൊല്ലിനാൾ. എങ്ങനെ നിന്നെ ഞാൻ കൊണ്ടുപോകുന്നതു തിങ്ങി മരങ്ങൾ നിറഞ്ഞ വനങ്ങളിൽ ഘോരസിംഹവ്യാഘ്ര സൂകര സൈരിഭ വാരണ വ്യാള ഭല്ലൂകവ്യാഗ്യാദികൾ മാനുഷഭോജികൾ ആയുള്ള രാക്ഷസർ കാനനം തന്നിൽ മറ്റും ദുഷ്ടജന്തുക്കൾ സഖ്യമല്ലാതോളം ഉണ്ടവറ്റെ കണ്ടാൽ സങ്കടം പൂണ്ടു ഭയമാം നമുക്കെല്ലാം. നാരീജനത്തിനെല്ലാം വിശേഷിച്ചു ഒട്ടേറെയുണ്ടാം ഭയമെന്നറിഞ്ഞാടോ. മൂലാഫലങ്ങൾ കഷായങ്ങൾ ബാലെ ഭുജിപ്പതിനാകുന്നതും തത്ര നിർമ്മല വ്യഞ്ജന പൂപാനപാനാദി സന്നുധീക്ഷ ക്ഷീരങ്ങളെല്ലാരും നേരവും നിമ്നോന്നത ഗുഹാഗഹ്വര ശർക്കര ദുർമാർഗമെത്രയും കണ്ടക വൃന്ദവും നേരെ പെരുവഴിയുമറിയാതെ അവരെല്ലാരെയും കാണുവാനുമില്ലറിഞ്ഞിടുവിൻ. ശീതവാദ തപ പീഠയും പാരമാം പാദച്ചാരേണ വേണം നടന്നിടുവാൻ. ദുഷ്ടരായുള്ള ഒരു രാക്ഷസരെ കണ്ടാൽ ഒട്ടും പൊറുക്കയില്ലാർക്കും അറിയടോ. എന്നുടെ ചൊല്ലിനാൻ മാതാവ് തന്നെയും നന്നായി പരിചരിച്ചങ്ങിരുന്നിടുക വന്നിടുവിൻ. 14 സംവത്സരം ചൊന്നാലതിനുടനില്ലൊരു സംശയം. ശ്രീരാമവാക്കു കേട്ടോരു വൈദേഹിയും ആരൂഢതാപേന പിന്നെയും ചൊല്ലിനാൾ. നാഥാ പതിവ്രതയാം ധർമ്മപത്നി ഞാൻ ആധാരവുമില്ല മറ്റെനിക്ക് ആരുമേ ഏതുമേ ദോഷവുമില്ലാതെയാമിതേ. പാദശുശ്രൂഷാവൃതം മുടക്കായികമേ നിന്നുടെ സന്നിധവും സന്തതം വാണിയിടും എന്നെ മറ്റാർക്കാനും പീഡിച്ചു കൂടുമോ. വല്ലതും മൂലാഫല ജലാഹാരങ്ങൾ വല്ലഭോ ഇച്ഛിഷ്ട എനിക്കമൃതോപമം. ഭർത്താവ് തന്നോട് കൂടെ നടക്കുമ്പോൾ എത്രയും മൂർത്തുള്ള കല്ലും മുള്ളും പുഷ്പാസ്തരണ തുല്യങ്ങളെന്നെനിക്കും പുഷ്പബാണോപമ നീ വെടിഞ്ഞിടല. ഏതുമേ പീഡയുണ്ടാകയില്ലെൻ മൂലം ഭീതിയേതുമേതും എനിക്കില്ല ഭർത്താവേ.
കഞ്ചിദ്വിജൻ ജ്യോതിശാസ്ത്ര വിശാരദൻ നിശ്ചയിച്ചെന്നോടു പണ്ടരുളി ചെയ്തു, ഭർത്താവിനോടു വനത്തിൽ വസിപ്പതിനെത്തും ഭവതിക്കു സംശയമില്ലേതും. യുദ്ധം പുരൈവ ഞാൻ കേട്ടിരിക്കുന്നിതു സത്യമതിന്നേ ഒന്നു ചൊല്ലിയിടുവാൻ. രാമായണങ്ങൾ പലതും കവിവര രാമോദമോടെ പറഞ്ഞു കേൾപ്പുണ്ടു ഞാൻ. ജാനകിയോടുകൂടാതെ രഘുവരൻ കാനനത്തിനെന്നു പോയിട്ടുള്ളൂ. ഉണ്ടോ പുരുഷൻ പ്രകൃതിയെ വേറിട്ടു രണ്ടുമൊന്നത്രേ വിചാരിച്ചു കാൺകിലോ. പാണിഗ്രഹണമന്ത്രാർത്ഥം ഓർക്കണം പ്രാണാവസാന കാലത്തും പിരിയുമോ എന്നിരിക്കെ പുനരെന്നെ ഉപേക്ഷിച്ചു തന്നെ വനത്തിനായി കൊണ്ടെഴുന്നള്ളുകിൽ എന്നുമെൻ പ്രാണപരിത്യാഗവും ചെയ്വതിന്നു നന്നേ നിന്തിരുവടി തന്നാണ് എന്നിങ്ങനെ ദേവി ചൊന്നതു കേട്ടോരു മന്നവൻ മന്ദസ്മിതം പൂണ്ടരുൾ ചെയ്തു. എങ്കിലോ വല്ലഭേ പോരിക വൈകാതെ സങ്കടം ഇന്നേതു ചൊല്ലിയുണ്ടാകേണ്ട ദാനം അരുന്ധതിക്കായിക്കൊണ്ടു ചെയ്യുക നീ. ജാനകീഹാരാതിഭൂഷണാമുക്കവേ യുദ്ധം അരുൾ ചെയ്തു ലക്ഷ്മണൻ തന്നോട് പൃഥ്വിസുരോത്തമന്മാരെ വരുത്തുകെന്നത്യാദരം അരുൾ ചെയ്ത നേരം ഇന്ദ്രോത്തമന്മാരെ വരുത്തി കുമാരനും. വസ്ത്രങ്ങൾ ആഭരണങ്ങൾ പശുക്കളും അർത്ഥം അവധിയില്ലാതോളം ആദരാൽ സതൃപ്തരായിക്കുള്ള ശീലഗുണങ്ങളും ഉത്തമന്മാരായ കുടുംബികളാകിയ വേദവിജ്ഞാനികളാം വിജേന്ദ്രന്മാർക്ക് മാതാവ് തന്നെ സേവകന്മാരായ ഭൂദേവപ്രവര സപ്തന്മാർക്കും കൊടുത്തിതു. പിന്നെ നിജാന്താപുരവാസികൾക്കും മറ്റന്യരാം സേവന്മാർക്കും ബഹുവിധം ദാനങ്ങൾ ചെയ്യുകയിൽ ആനന്ദമഗ്നരായി മാനവനായകൻ ആശീർവചനവും ചെയ്തു. താപസന്മാരും ദ്വിജന്മാരും കണങ്ങളും ജാനകി ദേവിയും അൻപോട് അരുന്ധതിക്ക് ആനന്ദമുൾക്കൊണ്ടു ദാനങ്ങൾ നൽകിനാൾ. ലക്ഷ്മണ വീരൻ സുമിത്രയാമമ്മയെ തക്ഷണേ കൗസല്യ കയ്യിൽ സമർപ്പിച്ചു. വന്നിച്ച നേരം സുമിത്രയും പുത്രനെ നന്ദിച്ചെടുത്തു സമാശ്ലേഷവും ചെയ്തു. നന്നായി അനുഗ്രഹം ചെയ്ത തനയനു പിന്നെ ഉപദേശവാക്കവും അരുൾ ചെയ്താൽ അഗ്രജൻ തന്നെ പരിചരിച്ചഴും അഗ്രേ നടന്നുകൊള്ളേണം പിരിയാതെ. രാമനെ നിത്യം ദശരഥനുള്ളിൽ ആമോദമോടു നിരൂപിച്ചു കൊള്ളേണം. എന്നെ ജനകാത്മജ എന്നുറച്ചുകൊൽ. പിന്നെ അയോധ്യയെന്നോർത്തു അടവിയെ മായാവിഹീനമീ വണ്ണം ഉറപ്പിച്ചു പോയാലുമെങ്കിൽ സുഖമായി വരികതേ. മാതൃവചനം ശിരസി ധരിച്ചുകൊണ്ടാദരവോടു കേൾതു സുമിത്രയും തന്നെ ചാപശരാരാദികൾ കൈക്കൊണ്ടു ചെന്നു രാമാന്തികെ നിന്നു വണങ്ങിനാൻ. തക്ഷണേ രാഘവൻ ജാനകി തന്നോടും ലക്ഷ്മണനോടും ജനകനെ വന്ദിപ്പാൻ പോകുന്ന നേരത്തു പൗരാജനങ്ങളെ രാഗമോടെ കടാക്ഷിച്ചു കുതൂഹലാൽ കോമളനായ കുമാരൻ മനോഹരൻ ശ്യാമളരമ്യകളേബരൻ രാഘവൻ കാമദേവോപമൻ കാമദൻ സുന്ദരൻ രാമൻ നിന്തിരുവടി നാനാ ജഗദഭീരാമൻ ആത്മാരാമൻ അംബുജാലോചനൻ കാമാരി സേവിതൻ നാനാ ജഗന്മയൻ താതാലയം പ്രതി പോകുന്ന നേരത്തു സാദം കലർന്നൂരു പൗരാജനങ്ങളും പാദചാരേണ നടക്കുന്നിതു കണ്ടു ഖേദം കലർന്നു പരസ്പരം ചൊല്ലിനാൻ കഷ്ടമാകന്ത കഷ്ടം പശ്യാഹോ. കഷ്ടമെന്താ ഇങ്ങനെ വന്നതു ദൈവമേ. സോദരനോടും പ്രണയിനി തന്നോടും പാദചാരേണ സഹായവും കൂടാതെ ശർക്കരാകണ്ടക നിമ്നോന്നതായുധ ദുർഘടമായുള്ള ദുർഗമാർഗങ്ങളിൽ രക്തപത്മത്തിനു കാഠിന്യമേകുന്ന മൃദൂതര സ്നിഗ്ധപാദങ്ങളാൽ നിത്യം വനാന്തേ നടക്കുന്നു കൽപ്പിച്ചു. പൃഥ്വീശചിത്തം കഠോരമത്രേതുലോ പുത്രവാത്സല്യം ദശരഥൻ തന്നോളം മർത്യശിലാർക്കും ഇല്ലെന്നോളവും ഇന്നിതു തോന്നുവാൻ എന്തൊരു കാരണം എന്നതു കേട്ടുടൻ ചൊല്ലിനാൻ എന്നെ കൈകേകി പുത്രിക്കുണ്ടു രണ്ടു വരം നൃപൻ ഏകിനാൻ പോലതു കാരണം രാഘവൻ പോകിന്നിതു വനത്തിനു വരദനും വാഴ്കെന്നു വന്നു കൂടും ധരാമണ്ഡലം പോകനാമെങ്കിൽ വനത്തിനു കൂടവേ രാഘവൻ തന്നെ പിരിഞ്ഞാൽ പൊറുക്കുമോ. ഇപ്രകാരം പുരവാസികളായുള്ള വിപ്രാദികൾ വാക്കു കേട്ടോരനന്തരം വാമദേവൻ പുരവാസികൾ തമ്മോടു
സാമോദമേവം അരുൾ ചെയ്തി നന്നേരം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.